അമ്മേ അമ്മേ ഇങ്ങ് പോരെ, കഥ അടച്ചിട്ടില്ല. അമ്മേ എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? ഇങ്ങ് വന്നൂടെ? അമ്മേ ഇന്ന് ഞാനാ ഫസ്റ്റ് എത്തിയത്. അവരൊക്കെ നടന്നു വരുന്നതുള്ളൂ. വിശന്നിട്ട് വയ്യമ്മേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നാൻ തയ്യോ? ചായക്ക് എന്തുണ്ടാക്കിക്കണത്? ഓ, വന്നതല്ലേ ഉള്ളൂ. ഒന്ന് കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വാ, അല്ലെങ്കിൽ ഒന്ന് മേലെ കഴുകിയിട്ട് വാ. അമ്മേ, ഇന്നവൻ കാണിച്ച പണി എന്താന്ന് നമുക്കറിയോ? എന്താണ് കാണിച്ചതെന്ന്? അത് ഞാൻ ഇപ്പൊ വരാം. അവിടെ നിക്കടാ, നീ എങ്ങോട്ടായി പോകുന്നത്? ബാക്കിയുള്ളവരെവിടെ? എന്താ അവര് വരാത്തെ? ആദ്യം ഇതൊന്ന് കേക്ക്, എന്നിട്ട് മതി ബാക്കിയുള്ളവരെ അന്വേഷിക്കല്. പറ, എന്താ അവൻ കാണിച്ചേ? ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ലഞ്ച് കഴിക്കുമ്പോണ്ട് ഇവൻ വരുന്നു. എന്നിട്ട് എന്നെ ബൂരിയും മസാലയും ഒക്കെ എടുത്തിട്ട് പോയി. എനിക്കൊന്നും കഴിക്കണ്ടെന്നില്ല. എന്നിട്ട് എന്റെ കൂട്ടുകാരികളാണ് എനിക്ക് തന്നത്. അതെന്താടാ നീ ചേച്ചിയോട് അങ്ങനെ ചെയ്തത്? നിനക്കുള്ളത് ഞാൻ വെച്ചെന്നിട്ടില്ലേ, പിന്നെന്താ അത് കഴിച്ചാ പോരെ? അത് പിന്നെ ഞാനത് ഒരു 11 മണിയാകുമ്പോ തന്നെ കഴിച്ചു. ഇന്റർവെൽ അടിച്ചപ്പോ എനിക്ക് വിശന്നു. അപ്പൊ ഞാനത് എടുത്ത് കഴിച്ചു. പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് വിശക്കില്ലേ, ഞാൻ എന്ത് ചെയ്യും? അപ്പൊ പിന്നെ ചേച്ചിയുടെ അടുത്തേക്ക് പോയിട്ട് അത് കഴിച്ചു. അത് ശരി, ഞാനപ്പോ പട്ടിണി കിടക്കണമെന്നാണ് പറഞ്ഞേ? ചേച്ചിക്ക് അതിന് ചേച്ചിയുടെ ഫ്രണ്ട്സ് തന്നില്ലേ, പിന്നെന്താ? ചക്ക ഒരു മേട്ടം വെച്ചെന്നുണ്ടല്ലോ. ഇനി മേലെ എന്റെ ക്ലാസ്സിക്ക് വന്നാ നല്ല തല്ല് കിട്ടും. അവരുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ തല്ലു നിന്നെ. മതി ഒന്ന് നിർത്തിക്കേ. എല്ലാരും പോയി ഫ്രഷ് ആയിട്ട് വന്നേ, അപ്പോഴേക്ക് ഞാൻ ചായ എടുത്ത് വെക്കാം. അമ്മേ, പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എന്താ? അതമ്മേ, നാളെ സ്കൂളിലേക്ക് 2000 രൂപ കൊണ്ടുവല്ല മിസ് പറഞ്ഞിട്ടുണ്ട്. 2000 രൂപ എന്തിന്? ഡാൻസ് പഠിക്കുന്നതിന്. അമ്മേ, എനിക്ക് മിമിക്രി മോണാക്ട് ഉണ്ട്, അതിനും പറഞ്ഞിട്ടുണ്ട്. നിനക്ക് പൈസ വേണോ? പൈസ ഒന്നും വേണ്ട, എന്നെ പഠിപ്പിച്ചെന്നാ മതി മിമിക്രി മോണാക്റ്റും. എത്തിയോ? എവിടെ രണ്ടുപേരെന്നൊക്കെ? ഒരാളും കൂടി ഉണ്ടല്ലോ, എവിടെ പോയി? വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ ഇന്ന് പറയാനുള്ളത്? ഞങ്ങൾക്ക് പാട്ടുണ്ട്, പാട്ട് പഠിപ്പിച്ചു തരണം ഞങ്ങൾക്ക് രണ്ടാൾക്കും. അതമ്മേ, പാട്ട് പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാട്ട് പഠിപ്പിച്ചു തരണം ഞങ്ങൾക്ക്. എല്ലാം പഠിപ്പിച്ചു തരണ്ട്, അവിടെ പോയി ഇരിക്കിപ്പോ. ഇതെന്താമ്മേ, ഇവിടെ വല്ല ചർച്ചയുണ്ടോ? അല്ല, ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ പറയണ്ട്. പാട്ട് പഠിക്കണം, ഡാൻസ് പഠിക്കണം. നിനക്കൊന്നുമില്ലേ? ഓ പുവർ ഗേൾസ്, ഇവരൊക്കെ ഡാൻസും പഠിപ്പും എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്കതൊന്നും അറിയണ്ട. അതിനമ്മേ, ഇവിടെ ക്ലാസ്സിലേക്ക് വരുന്നത് എപ്പോഴും തലവേദന. ടീച്ചർ എന്ത് ചോദിച്ചാലും തലവേദന, പനി, കിടക്ക. ഏത് നേരം ക്ലാസ്സിൽ കിടന്നോണ്ടാ? ആണോ കവി? എപ്പോഴും ക്ലാസ്സിൽ കിടത്തം തന്നെയാണോ? പഠിക്കാനല്ലേ നീ പോകുന്നത്? അതമ്മേ, എന്താ എന്നറിയില്ല. ബുക്ക് എന്നിട്ട് മലർത്തി വെച്ചോ, തലങ്ങനെ കുത്തി പെരുത്തിരിക്കും. അപ്പൊ പിന്നെ ബുക്കിൽ കിടക്കാതെ പിന്നെ എന്ത് ചെയ്യും? എന്ത് തലവേദനിച്ചിട്ട് കിടക്കേ? അമ്മേ, അങ്ങനെ കിടന്നിട്ടേ ഭയങ്കര ഉറക്കാണ്. നീ ചുമ്മാ അവരൊന്ന് പറയണ്ടോ, പെടലിക്ക് നിന്ന് കിട്ടും. കേട്ടാമ്മേ, കിടന്നുറങ്ങിട്ടേ കൂർക്ക വലിക്കണ വരെ കേൾക്കുക. എനിക്ക് നാണക്കേടായി ഈ പെണ്ണിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട്. അങ്ങനെ നാണക്കേടുണ്ടെങ്കിൽ വേറെ ക്ലാസ്സിൽ നീയാ പൊക്കോ. ദേ കവി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. സ്കൂളിൽ പോകുന്നത് പഠിക്കാനാ, അല്ലാതെ കിടന്നുറങ്ങാനില്ല കേട്ടോ. അതമ്മ ഞാൻ പറഞ്ഞില്ലേ, തലവേദനിച്ചിട്ടാ കിടക്കുന്നത്. എന്ന് നിനക്ക് തലവേദനയാണല്ലോ. നിനക്ക് തലവേദന വരണം, അപ്പൊ അറിയാം അതിൻ്റെത്. എന്റെ അമ്മേ, ചോറുണ്ണണ നേരത്തെ എന്താണ് അവൾക്ക് തലവേദന ഇല്ല, പനിയില്ല, ഒന്നുമില്ല. വെട്ടിയിരുന്ന് മിണുങ്ങിക്കോളും. ഓ, ഈ അനുവിനെ കൊണ്ട് എനിക്ക് പ്രാന്തായിട്ടോ. അമ്മ മിണ്ടാതിരിക്കാൻ പറഞ്ഞു അവളോട്. ഒന്ന് നിർത്തോ? 5 കൊണ്ട് ഞാൻ തോറ്റു. നിങ്ങൾ പോയ മുതല് പണി ഇത് മനുഷ്യന് നടു ഒടിഞ്ഞിട്ട് ഇരിക്കുക. വന്നപ്പോ തൊഴിൽ തരില്ല. ഒരു 6 മണി 7 മണി വരെ സ്കൂൾ ആക്കി കൂടെ? അമ്മേ, എനിക്ക് മിമിക്രി പഠിപ്പിച്ചു തരണട്ടാ. നിനക്ക് മിമിക്രി ഒന്നും പഠിക്കണ്ട. നീ ഈ വീട്ടിൽ വിളമ്പുന്ന എന്നാണ്ട് പറഞ്ഞാൽ മതി. ടീച്ചർ ഫസ്റ്റ് പാർക്കട്ടെ നിനക്ക്. എന്താണ് കീടങ്ങളെ ഇത് കെട്ടി ചിരിക്കാനുള്ളത്? ഈ അടി പൊട്ടക്കണ്ണത്തി, ഈ കണ്ണട വെച്ചിട്ടല്ലേ നടക്കണേ? ഞാൻ ഒറ്റക്കല്ലോ. എന്റെ കണ്ണട സ്റ്റൈലിന് വെക്കണതാ, അല്ലാതെ കണ്ണ് കാണാതല്ല. പൊട്ടക്കണ്ണെ, കണ്ണ് കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോണ്ടിരിക്കും. എടി പാറു, നിന്നെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുത്തേ. എന്റെ അമ്മോ, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുത്തേ. എന്റെ മുടി വിടടാ, എന്റെ മുടി. എന്നോട് ഇനി കളിക്കരുതെന്ന് ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അമ്മ ഇതിൽ ഇടപെടണ്ട. അടുപ്പിൽ നല്ല പഴുത്ത ചട്ടുകം വെച്ചിട്ട് ഞാൻ വരട്ടെ, 2 എണ്ണത്തിന് അടിക്കും. മര്യാദക്ക് വിട്ടോ. വിടാനല്ലേ നിന്നോട് പറഞ്ഞു. സ്കൂൾ വിട്ട് വന്നില്ല, അപ്പോഴേക്കും തല്ലൂട്ടം തുടങ്ങി. അമ്മേ, എനിക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും തന്നെ. മിണ്ടാ പോക്കോ എന്റെ മുന്നിന്ന്. ദേഷ്യം വന്നിട്ട് നിൽക്കുന്നു. അമ്മ, അച്ഛൻ വന്നാ? അച്ഛൻ എന്താ ഇത്ര നേരത്തെ വരുവോ? അമ്മ അത് വിട്ടുകളാ, അമ്മ പോയി ചായ എടുക്ക്. അല്ല, നിങ്ങൾ ഈ 2 പെണ്ണുങ്ങൾക്ക് കയ്യും കാലൊന്നും ഇല്ല? ഒന്ന് എന്നെ വന്ന് സഹായിക്കാന്. ചായ എടുത്തോണ്ടാ വായോ. ഇതിന് നല്ല ചായ കുടിക്കാതിരിക്കായിരുന്നു, ചോദിക്കണ്ടായിരുന്നു. എന്താ മാറി നിൽക്കണേ?
തുടങ്ങി. ആരെങ്കിലും ഒന്ന് ചായ എടുത്തിട്ട് വരുമോ? ഈ ഞാൻ തന്നെ പോയി ചായ എടുത്തോണ്ട്. എന്നാ പിന്നെ ആർക്കും ഉണ്ടാവില്ല. അടുക്കളത്തെ മൊത്തം നിന്റെ വയറ്റിൽ തന്നെ പോകും. അല്ല കൊക്കപ്പുഴ ഉണ്ടെന്നാ തോന്നണത് നിന്റെ വയറ്റില്. അനു അനു ചായ കുടിക്കണമെങ്കിൽ അടുക്കളയ്ക്ക് വാ. അതെ വരി തന്നെ. അയ്യോ മിക്സി കേടുന്നത് ഞാൻ മറന്നേ പോയി. അനു കവി അനു കവി ഇപ്പൊ വിളിച്ചാലും പെണ്ണുങ്ങളെ ചെവി കേൾക്കില്ല. ആ ഫോൺ പിടിച്ചിരിക്കുന്നുണ്ടാവും രണ്ടെണ്ണം. ഒന്നും കൂടി എടുക്കാവേ. ഇനി ഒന്ന് ക്യാമറ തിരിച്ചിട്ടൊന്ന് എടുത്ത് നോക്കാം. അയ്യ ഇതില് ഞാനാണല്ലോ ഭംഗി. നിന്റെ മുഖം എന്താടി ഇങ്ങനെ മൂഞ്ചിയ പോലെ ഇരിക്കണത്? ഞാൻ മൂഞ്ചി എന്നോ? ഇതിൽ എന്നെ കാണാനാ ഭംഗി. പിന്നെ ഒട്ടകത്തിന്റെ കഴുത്ത് പോലെ ഉണ്ട്. ഡോറാബുജിയുടെ തലമുടിയും. ഇനി എങ്ങനെ എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ കണ്ടോ, ഇവിടുന്ന് ശരിക്കും നോക്കുമ്പോ ഡോറാബുജി ഒട്ടകത്തിന്റെ കഴുത്ത്. എടി നിന്നെ ഞാൻ വെറുതെ തർക്കുത്തരം പറയാൻ നിൽക്കണ്ട. എന്താ ഇവിടെ വഴക്കുണ്ടാക്കുന്നത്? അമ്മേ ഞങ്ങൾ രണ്ടാളും സെൽഫി എടുത്തു. ആ സെൽഫിയിൽ കാണാൻ എന്നെ നല്ല ഭംഗിയുണ്ട്. ഇവളെ കാണാൻ ഒരു രസമില്ല, മൂഞ്ച പോലെ ഇരിക്കുന്നുണ്ട്. അത് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല, എന്നെ ചവിട്ടിട്ടിട്ട്. മാത്രമല്ല ഡോറാബുജിയുടെ പോലെ തോന്നുന്നു എനിക്ക്. അതിനെന്താടി ഡോറാബുജിയല്ലേ, നല്ലതല്ലേ? നീ പോടി. എന്റെ മോളെ കണ്ടിട്ടുണ്ട് ചെറിയ സിനിമാ നടി പോലെ ഇരിക്കും. അല്ല സിനിമാ നടിമാരൊക്കെ മാറി നിൽക്കും. കേട്ടോടി, എന്റെ അമ്മ പറഞ്ഞ എനിക്ക് വിശ്വാസ. എന്റെ അമ്മയാണ് എന്റെ മുത്ത്. ലവ് യു അമ്മ. അമ്മേ അമ്മേ ഒന്ന് നോക്കട്ടെ, അമ്മയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കട്ടെ. അല്ല നമ്മുടെ കണ്ണിന് ഇപ്പോഴും കാഴ്ചക്കുറവാണോ എന്നൊന്ന് നോക്കിയതാ. എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. എന്റെ മോളെ കണ്ട അങ്ങനെ തന്നെ പറയാ. ശരിയാ, അമ്മയുടെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. നിനക്ക് അസൂയടി, നിന്നെ പറ്റി അമ്മ ഇങ്ങനെ പറയുന്നില്ലല്ലോ. അയ്യോ എനിക്കതൊന്നും കേൾക്കണ്ടാവേ. എന്തായാലും ഫോട്ടോയിൽ ഞാൻ തന്നെ സുന്ദരി. ആ മോളെ അനു, നീ ആ ലീനാന്റിയുടെ വീട്ടിൽ പോയിട്ട് ആ മിക്സി ഒന്ന് മേടിച്ചിട്ട് വരുമോ? എന്ത്, ഞാൻ പോയിട്ട് മിക്സി മേടിച്ചിട്ട് വരാനോ? ആ മോളെ, എന്റെ പുന്നാര മോളല്ലേ, ഒന്ന് പോയി വാങ്ങിച്ചിട്ട് വാ. ഇവിടുത്തെ മിക്സി കേടാണ് മോളെ. എന്താ അമ്മ അത്, എന്നെ കൊണ്ട് വയ്യ. എന്റെ മോള് സുന്ദരിയാണ്. മോളെ സുന്ദരി മുഖം ഒന്ന് എല്ലാരും കാണട്ടെ. ഈ അമ്മയെക്കൊണ്ട് ഞാൻ തോറ്റു. ഇപ്പൊ വാങ്ങിച്ചിട്ട് വരാം. അമ്മ എനിക്ക് ഇപ്പൊ പിടി കിട്ടി. പോട്ടെ. മനസ്സിലായി മനസ്സിലായി, സുന്ദരി എന്ന് പറഞ്ഞിട്ട് ടെക്നിക്. കവി നീ പോയിട്ട് തേങ്ങ ചെറിയിക്കേ, എന്നിട്ട് വേണം മിക്സിയിലിട്ട് അരക്കാൻ. എന്ത്, ഞാൻ തേങ്ങ തിരുമാനോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. മര്യാദക്ക് പോയി തേങ്ങ തിരുമിക്കോ. അവൾ ആ മിക്സിയിട്ട് വരുന്നതിന് മുന്നേ നീ ഇവിടെ തേങ്ങ തിരുമിയിരിക്കണം. പറഞ്ഞതനുസരിച്ചില്ല ഇങ്ങനെ പച്ചവെള്ളം ഞാൻ തരില്ല. എന്തൊരു കഷ്ടാത്. പോയി തേങ്ങ ചെറവടി. നീ പോയി മിക്സി വെച്ചിട്ട് വാ. ശരി ശരി, പോയി തേങ്ങ ചെരവടി. നിനക്കുള്ള ഞാൻ വെച്ചിട്ടുണ്ടടി. അമ്മേ പോയി തേങ്ങ